Hello friends, in this video, we will engineering mechanics in the basic fundamental concepts, force, couple, 2 and 3 force systems, free body diagram, rigid body, Newton's laws, and topics we will discuss. Mechanics. Mechanics is a branch of physical science that is concerned with the state of rest or motion of body subjected to the action of force. റെസ്റ്റിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സസ്, ഈ ഫോഴ്സ് കാരണം എന്തൊക്കെ ചേഞ്ചസ് അതിലുണ്ടാകുന്നു, വെലോസിറ്റി കൂടുന്നോ കുറയുന്നോ, ആക്സിലറേഷൻ ഉണ്ടാകുന്നോ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് ഈ മെക്കാനിക്സ്. ഈ മെക്കാനിക്സിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഞ്ചിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നു. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ വരുന്ന ഫോഴ്സസ് ആണ് നമ്മൾ ഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റാറ്റിക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെക്കാനിക്സിൻ്റെ സ്റ്റാറ്റിക്സ് പോർഷനിൽ വരുന്ന മെയിൻ കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ലെങ്ത്. Length is a term which is needed to locate the position of a point in space and describe the size of the physical system. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി, അതിൻ്റെ ലെങ്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ലെങ്ത്. ടൈം എന്നുള്ളത് നമ്മൾ കൂടുതലും ഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ സക്സഷൻ ഓഫ് ഇവൻറ്റ്സ്, അതായത് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ എന്ത് ചേഞ്ചസ് ഉണ്ടായി, അപ്പോൾ അങ്ങനെ ഇവൻറ്റ്സിൻ്റെ സക്സഷൻ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ടൈം. മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഏത് ലൊക്കേഷനിലായാലും, എർത്തിലായാലും മൂണിലായാലും എവിടെ ആയാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് മാസ്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി ഓർ ദ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി. റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഫീച്ചറിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, അതായത് റെസ്റ്റിലിരിക്കുന്ന ബോഡി നമ്മൾ നീക്കാൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഇനേർഷ്യ കാരണമാണ്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ മാറ്റർ ഇൻ ദ ബോഡി. ഫോഴ്സ് എന്ന് പറയുന്നതോ, it represents the action of one body on another characterized by its magnitude, direction and point of application. നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ ഒരു മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്ന പുഷ് അല്ലെങ്കിൽ പുള്ളിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം, അതേപോലെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇനി ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഡയറക്ഷനോട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഏത് ഡയറക്ഷനിലാണ് ഈ പുഷ് അല്ലെങ്കിൽ പുള്ള് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്ഷനോട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഫാക്ടറാണ് എങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് ലെങ്ത് ഒക്കെ ആണെങ്കിൽ അത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അവിടെ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വെയ്റ്റ് എന്താണ്? Weight refers to the gravitational attraction of the earth on a body or quantity of mass. എർത്തിലിരിക്കുന്ന ഒരു ബോളിൻ്റെ അതേ വെയിറ്റ് ആയിരിക്കത്തില്ല മൂണിലത് കൊണ്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ എത്രത്തോളം ഗ്രാവിറ്റി അതിൽ അപ്ലൈ ചെയ്യുന്നു അതായിരിക്കും എർത്തിലുള്ള ആ ബോഡിയുടെ, ആ ബോളിൻ്റെ വെയിറ്റ്. മൂണിൽ നമ്മളത് കൊണ്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ മൂൺ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ബോളിൽ അപ്ലൈ ചെയ്യുന്നു അതായിരിക്കും മൂണിലുള്ള ബോളിൻ്റെ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഇസ് എ വേരിയിങ് ക്വാണ്ടിറ്റി. എവിടെയാണോ അത് പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇനിയും നമ്മൾ മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഐഡിയലൈസേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, മാസ് മാത്രമേ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് സോഴ്സ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. എ ബോഡി വിത്ത് മാസ് ബട്ട് വിത്ത് ഡയമെൻഷൻസ് ദറ്റ് ക്യാൻ ബി നെഗ്ലെക്റ്റഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റം ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പം എർത്തിന് ചുറ്റും മൂൺ റിവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പാർട്ടിക്കിളായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ എർത്ത് ഇസ് ഇൻസിഗ്നിഫിക്കൻറ്റ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ്. Earth can be modeled as a particle when studying its orbital motion. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ മോഷനൊക്കെ സ്റ്റഡി ചെയ്യാൻ നേരം സൈസ് ഇറവലൻ്റ് ആയി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എർത്തിനെ ഒരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മൾ അതേപോലെ തന്നെ ഈ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ മെക്കാനിക്സിൻ്റെ പല പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ പല ഒബ്ജക്ട്സിനെയും പാർട്ടിക്കിളായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ മാസ് കൺസിഡർ ചെയ്യും, സൈസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇനി റിജിഡ് ബോഡി എന്ന് വെച്ചാൽ എന്താണ്?
നമ്മളൊരു പർട്ടിക്കുലർ ബോഡിയിൽ കുറേ ഫോഴ്സസ് അപ്ലൈ ചെയ്തു. ഈ ഫോഴ്സസിൻ്റെ എഫക്റ്റിൽ അത് സ്ട്രെച്ച് ആവുമോ അല്ലെങ്കിൽ അത് കംപ്രസ് ആവുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബോഡി നമ്മൾ റിജിഡ് ബോഡി എന്ന് വിളിക്കില്ല. റിജിഡ് ബോഡി എന്ന് വിളിക്കുന്ന എപ്പോഴാണ്? ആ ബോഡി ഡീഫോം ആകാതെ ആ ലോഡിനെ ക്യാരി ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബോഡീസാണ് റിജിഡ് ബോഡീസ്. Rigid body in mechanics is a simplified model of a solid object where distances between any two particles remain constant, meaning it doesn't deform, stretch or vibrate under external forces. ഇപ്പോൾ എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുത്താലും ആ ബോഡി ഒരു റിജിഡ് ബോഡിയാണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അത് ഡീഫോം ചെയ്തില്ല എങ്കിലാണ്. നമ്മൾ സ്റ്റാറ്റിക്സിൽ കൂടുതലും പ്രോബ്ലംസ് ചെയ്യാൻ നേരം ബോഡീസ് റിജിഡ് ബോഡീസ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫോഴ്സസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, മൊമെൻറ്റ് അതേപോലെ അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. പക്ഷേ ഈ ബോഡിയിലുണ്ടാകുന്ന ഡീഫോർമേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യാറില്ല. കാരണം നമ്മളവിടെ അസ്യൂം ചെയ്യുന്നത് ഇതൊരു റിജിഡ് ബോഡിയാണ് എന്നതാണ്. പ്രാക്ടിക്കൽ കേസിൽ ശരിക്കും അതിൽ ചെറിയ ഡീഫോർമേഷൻ വരുന്നുണ്ടാകും, പക്ഷേ ഇത് വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇതൊരു റിജിഡ് ബോഡിയാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി റിജിഡ് ബോഡി ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? When the sum of all the external forces acting on the body is equal to 0 and the sum of the moments of the external forces about a point is equal to 0. ഇപ്പോൾ ഇതൊരു റിജിഡ് ബോഡി എന്ന് അസ്യൂം ചെയ്യുക. ഇതിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, കുറേ മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സസിൻ്റെ എല്ലാം സമ്മേഷൻ നമ്മൾ എടുക്കാൻ നേരം ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0, അതേപോലെ തന്നെ മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് നമ്മൾ എടുക്കുമ്പോഴും ഇഫ് ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 0 ആ ബോഡി ഈക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. അതായത് അത് മൂവ് ചെയ്യത്തുമില്ല. ഇൻ കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ്, ഇതിൽ സിഗ്മ എഫും സിഗ്മ എമ്മും 0 ആണ് എങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഇനി അത് റെസ്റ്റിലിരിക്കുന്ന ബോഡി ആണെങ്കിൽ ഇതേപോലെ ഈക്വിലിബ്രിയത്തിലാണ് എങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരും വിത്തൗട്ട് എനി ചേഞ്ച്. അപ്പോൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് are equal to 0 and summation of all the moments about a single point is equal to 0. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഒരു 3D പ്ലെയിനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ FX, FY, FZ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. MX, MY, MZ. ഇനി 2 ഡയമെൻഷനിലാണ് ആണെങ്കിലോ 2 ഡയമെൻഷനിലാകുമ്പോൾ നമുക്ക് XY അല്ലെങ്കിൽ YZ അല്ലെങ്കിൽ XZ എന്ന 2 പ്ലെയിൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 2 ഡയമെൻഷണൽ റിജിഡ് ബോഡി ഇൻ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ സമ്മേഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെ പ്ലെയിൻസിലെ? X പ്ലെയിനിലെ, Y പ്ലെയിനിലെ, ആൻഡ് സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് എ പോയിന്റ് ഇസ് ഈക്വൽ ടു 0. അപ്പം 3 ഡയമെൻഷൻ പറയുമ്പോൾ XYZ പറയും. 2 ഡയമെൻഷൻസ് പറയുമ്പോൾ ഒന്നുകിൽ XY അല്ലെങ്കിൽ YZ അല്ലെങ്കിൽ XZ, 2 പ്ലെയിൻസേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷനിലേക്ക് വരാം. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? ഇതൊക്കെ നമ്മൾ സ്കൂളിൽ തൊട്ടേ പഠിക്കുന്നതാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless it is compelled by an external agency acting on it. ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്നും വിളിക്കാറുണ്ട്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി അതിൻ്റെ ഇനേർഷ്യ കാരണം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി നമ്മൾ അതിലേക്ക് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം അത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? It states that rate of change of momentum of a body is directly proportional to the force and it takes place in the direction of the force acting on it. Momentum എന്ന് വെച്ചാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബോഡിയുടെ മൊമെൻറ്റം ചേഞ്ച് ആവണമെങ്കിൽ the rate of change will be equal to the force acting on the body. നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും മൊമെൻറ്റം ചേഞ്ച് ആകുന്നത്. ഇനി F is equal to ma എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ്. അപ്പോൾ അതൊന്ന് ഓർത്തോണം. F is equal to ma എന്നുള്ള ഇക്വേഷൻ ന്യൂട്ടൻ്റെ ഏത് ലോയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ലോ ഓഫ് ഇനേർഷ്യ ന്യൂട്ടൻ്റെ ഏത് ലോയിൽ വരുന്നതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ? എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ എർത്തും മൂണും കൺസിഡർ ചെയ്യുവാണെങ്കിൽ മൂൺ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ പുള്ള് എർത്തിന് അപ്ലൈ ചെയ്യുന്നു അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് തന്നെ ആയിരിക്കും എർത്ത് മൂണിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം റീകോയിൽ ഓഫ് എ ഗൺ എന്നൊക്കെയുള്ള എക്സാമ്പിൾസ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാൻ നേരം ബുള്ളറ്റ് മുന്നോട്ട് പാഞ്ഞു പോകുമ്പോൾ അത്രയും തന്നെ ഫോഴ്സ് തിരിച്ച് ബുള്ളറ്റ് ഈ ഗണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരം ഗണ്ണൊന്ന് പുറകിലേക്കൊന്ന് റീകോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. ഇനിയും ഫോഴ്സസ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഫോഴ്സ്?
നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, നമ്മളൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ വേണം. 1 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം, 2 പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വേണം, 3 ഡയറക്ഷൻ വേണം. ഫോഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ആരോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഈ ആരോയുടെ ലെങ്ത്ത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2 ന്യൂട്ടൺ ഉള്ളൊരു ഫോഴ്സും 4 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് നമ്മൾ വരയ്ക്കാൻ നേരം 2 ന്യൂട്ടൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ ആരോയ്ക്ക് വരച്ചത്, ആ ആരോയുടെ ലെങ്ത്ത് നമ്മൾ വരച്ചത് അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ 4 ന്യൂട്ടൺ വരയ്ക്കുന്നത്. അപ്പോൾ അതാണ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോയുടെ ലെങ്ത്താണ്. ഡയറക്ഷൻ, എങ്ങോട്ടാണ് ആരോ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഫോഴ്സിൽ തന്നെ പല ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്. കോപ്ലനാർ, കൊലീനിയർ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം. കോപ്ലനാർ എന്ന് പറയുമ്പോൾ ഒരേ പ്ലെയിനിൽ തന്നെ ഫോഴ്സസ് ലൈ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ഫോഴ്സസിനെയാണ് നമ്മൾ കോപ്ലനാർ എന്ന് വിളിക്കുന്നത്. When the lines of action of all forces of a system lie on the same plane, then the system is coplanar force system. ഇനി നോൺ കോപ്ലനാർ എന്ന് വിളിക്കുന്നപ്പോൾ എപ്പോഴായിരിക്കും? പല പ്ലെയിൻസിലായിട്ടാണ് ഈ ഫോഴ്സ് ലൈ ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ക്യൂബോയിഡ് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ പല ഫേസിലും ഓരോ ഫേസിലുമാണ് ഫോഴ്സ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒറ്റ പ്ലെയിനിലല്ല, പല പ്ലെയിനുകളിലായിട്ടാണ്. അപ്പം ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം. കൊലീനിയർ ഫോഴ്സസ് എന്ന് വിളിക്കുന്ന എപ്പോഴാണ്? ഒരേ ലൈനിലാണ് 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സസിനെ നമുക്ക് കൊലീനിയർ എന്ന് വിളിക്കാം. The system in which forces whose line of action lie on the same line and in the same plane is called collinear force system. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് 2 ഫോഴ്സസ് കാണാം, രണ്ടും ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. 2 അല്ല 3 ഉണ്ട്, കണ്ടോ? ഈ ഡയറക്ഷനിലേക്ക് ഒരെണ്ണം, ഈ ഡയറക്ഷനിലേക്ക് ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. അങ്ങനെ ഈ 3 ഫോഴ്സസ് ഒറ്റ ലൈനിലും ഒരേ പ്ലെയിനിലുമാണ്. അപ്പം നമുക്കിതിനെ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി നോൺ കൊളീനിയർ എന്ന് പറയുമ്പോൾ എങ്ങനെ? പല ലൈൻസിലായിരിക്കും, ഒറ്റ ലൈനിൽ കൂടെ അത് പാസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് നോൺ കൊളീനിയർ ഫോഴ്സസ്. കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒറ്റ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചേ, ഈ ഒരു ക്യൂബോയിഡിൻ്റെ 3 സൈഡിൽ നമുക്ക് ഫോഴ്സസ് ഉണ്ട്, 3 ഫേസുകളിൽ. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ പോയിന്റിൽ ഇത് മീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഫോഴ്സസിനെ നമുക്ക് കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാം. The system in which the forces meet at one point is called concurrent force system. Parallel force system എന്ന് വെച്ചാൽ എന്താ? If the forces are parallel to each other. ഈ ഒരു ഫിഗറിൽ നമുക്ക് F1, F2, F3 കാണാം. ഇത് 3ഉം പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. In parallel force system, the line of action of forces is parallel to each other. അപ്പോൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കൊലീനിയർ, കൺകറൻറ്റ്, പാരലൽ. അതേപോലെ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം. അപ്പോൾ ഇത് ഓരോന്നും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കൺകറൻറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് മീൻസ് ദാറ്റ് ഫോഴ്സസ് ഓൾ ആക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ് ലൈക്ക് ദാറ്റ് illustrated when all the forces acting on the cube pass through the center. ഇവിടെ ഈ ക്യൂബിൽ വരുന്ന 3 ഫോഴ്സസ് ഒരേ പോയിന്റിൽ കൂടാണ് പാസ് ചെയ്യുന്നത്. നോൺ കൺകറൻറ്റ് എന്ന് പറയുമ്പോഴോ ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട് പലതും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് കാണത്തില്ല അതിൻ്റെ ഒരു പാസേജിൽ. ഈ ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ കോമൺ ആയിട്ട് ഒരു പോയിന്റും ഇല്ല എങ്കിൽ അതിനെ നോൺ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് വിളിക്കും. നോൺ കൺകറൻറ്റ് കോപ്ലനാർ എന്ന് പറയുവാണെങ്കിലോ നമ്മൾ കമ്പൈൻ ചെയ്യുക. നോൺ കൺകറൻറ്റ് ആണ്, അതായത് ഒരു കോമൺ പോയിന്റ് ഇല്ല, പക്ഷേ കോപ്ലനാറാണ്, ഒരേ പ്ലെയിനിലാണിത് ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് എല്ലാം ഇതിപ്പോൾ ഒരു XY പ്ലെയിൻ ആണ് എങ്കിൽ അതേ പ്ലെയിനിൽ തന്നെയാണ് ഇതെല്ലാം ലൈ ചെയ്യുന്നത്, പക്ഷേ ഇതിനൊന്നും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ ഇത് നോൺ കൺകറൻറ്റ് കോപ്ലനാർ ഫോഴ്സസ് ആണ്. ഇനി നമ്മുടെ ബേസിക് മെക്കാനിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്. ഈ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ വരയ്ക്കാൻ നേരം ഏത് ലൈനിൽ കൂടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്യാം, പക്ഷേ ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോഴും ഈ ഇനീഷ്യലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആ ബോഡിയിൽ ഉണ്ടായോ അതേ ചേഞ്ച് തന്നെ ആയിരിക്കും നമ്മൾ ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടേക്കെങ്കിലും ഈ ഫോഴ്സ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിലും ഉണ്ടാവുന്നത്, അൺലെസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇസ് ചേഞ്ച്ഡ്. The principle of transmissibility states that a force's effect on a rigid body remains the same if it is moved to any other point along its original line of action as long as magnitude, direction and sense are kept constant.
സെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പുഷ് അല്ലെങ്കിൽ പുൾ, അതായത് ഏത് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത്. അത് ചേഞ്ച് ചെയ്യാത്തിടത്തോളം നമുക്ക് ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഈ ഫോഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്യാം. ഈ ബോഡിയിൽ സെയിം ചേഞ്ചസ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. Any force that has the same magnitude and direction as F is equivalent if it also has the same line of action and therefore produces the same moment. ഇപ്പോൾ ഫിഗർ ശ്രദ്ധിച്ചേ, ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ റൈറ്റിലാണ് ഫോഴ്സ് ഇനീഷ്യലി അപ്ലൈ ചെയ്തിരുന്നത്. ദിസ് ഇസ് ഈക്വലൻറ്റ് ടു നമ്മൾ ഈ ഇതേ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് റൈറ്റ് സൈഡിലേക്ക്, ഇനീഷ്യലി ലെഫ്റ്റ് ആയിരുന്നു, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ ലൈൻ ഓഫ് ഫോഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്തു. സെയിം ചേഞ്ച് ആയിരിക്കും രണ്ട് സിറ്റുവേഷൻസിലും ഉണ്ടാകുന്നത്. ഇവിടെ ഇതേപോലെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ നമ്മൾ ഫോഴ്സിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്ത് വെച്ചു, അതുകൊണ്ട് ഫോഴ്സിൻ്റെ എഫക്റ്റിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇവിടെയും അതേപോലെ തന്നെ ഇനീഷ്യലി പുറത്തായിരുന്നു, സർക്കിളിന് പുറത്തായിരുന്ന ഫോഴ്സസിനെ നമ്മൾ അകത്തേക്ക് ഒരു കോമൺ പോയിന്റിലേക്ക് കൊണ്ടുവന്നു ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പം നേരത്തെ നമ്മൾ ഫോഴ്സ് പഠിച്ചു. ഇനി ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്, കപ്പിള്, മൊമെൻറ്റ് ഓഫ് കപ്പിള്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി നോക്കാം. അപ്പോൾ ആദ്യത്തേത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. Moment of force or torque is the turning effect of a force around a pivot calculated as force into perpendicular distance from the pivot. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കൊരു പിവറ്റ് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് കാണാം. ഇവിടെ ഒരു ബീമുണ്ട്, അവിടെ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ തൊട്ട് പിവറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി. അപ്പോൾ ഇവിടെ മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മൊമെൻറ്റ് കിട്ടും. ഈ മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക്, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് വിളിക്കുന്നത് എന്തുവാ? ഈ ഫോഴ്സിൻ്റെ ടേണിങ് എഫക്റ്റിനെയാണ്. അതായത് ഈ പിവറ്റിന് അബൌട്ടായിട്ട് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഈ ബീമിനെ ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ മൊമെൻറ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. where F represents the force applied and D is the distance from the fixed axis. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, നമ്മൾ മെക്കാനിക്സിൽ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്താണ്? ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, the algebraic sum of moments in the clockwise direction is equal to the algebraic sum of moments in the anti-clockwise direction. നമ്മളൊരു ബോഡി സ്റ്റഡി ചെയ്യുവാണ്, അത് ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ ഏതെങ്കിലും ഒന്നിന് കാണും. അപ്പോൾ അത് കാരണം ഇത് ക്യാൻസൽ ഔട്ട് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ദ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ആൽജിബ്രിക് സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു ആൽജിബ്രിക് സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് എന്നുള്ളത് ഓർത്താൽ മതി. നമുക്കൊരു ചെറിയ പ്രോബ്ലത്തോടു കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ബ്ലോക്സ് കാണാം. രണ്ട് ബ്ലോക്കിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F1ഉം F2. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു പിവറ്റ് കാണാം. ഈ പിവറ്റിന് അബോട്ടായിട്ടാണ് ഈ ബോഡി, ഈ ഒരു ബീം ഡിസ്പ്ലേസ് ആവുന്നത്. ഈ പിവറ്റിൽ നിന്നുള്ള F1ൻ്റെ ഡിസ്റ്റൻസ് D1ഉം F2ൻ്റെ ഡിസ്റ്റൻസ് D2 ആണ്. ഇനി അറ്റത്തായിട്ട് വേറൊരു ഫോഴ്സ് F3 ആണ്. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് D3 ഫ്രം ദ പിവറ്റ്. ഇനി ഇവിടെ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സും കണ്ടുപിടിക്കാം. The force F1 causes an anti-clockwise moment. F1 എന്നുള്ള ഫോഴ്സ് ഈ പിവറ്റിന് അബൌട്ടായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? F1 ഇൻറ്റു D1. ഇനി F2 ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? F2 താഴോട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു F2 ഇൻറ്റു D2. F3 ആണെങ്കിലോ F3 മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആയിരിക്കും F3 ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു F3 ഇൻറ്റു D3. ഇനി നമ്മൾ ഇതിൻ്റെ സമ്മേഷൻ എടുക്കുവാണെങ്കിൽ, ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സിൻ്റെ സമ്മേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ആകെ F2 ഇൻറ്റു D2 മാത്രമേ ഉള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ എടുക്കുവാണെങ്കിൽ F1 ഇൻറ്റു D1 പ്ലസ് F3 ഇൻറ്റു D3 ഉണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. F2 D2 ഇസ് ഈക്വൽ ടു F1 D1 പ്ലസ് F3 D3. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് വെച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ഇതേപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, ഫോഴ്സ് വാല്യൂ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്താൽ മതി. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഒന്നുകിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സിനെല്ലാം നെഗറ്റീവ് സൈൻ എടുക്കണം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സിനെല്ലാം നെഗറ്റീവ് സൈൻ. ഒരേ ഡയറക്ഷനുള്ള മൊമെൻറ്റ്സിന് ഒരു പർട്ടിക്കുലർ സൈൻ തന്നെ ഫോളോ ചെയ്ത് പോകണം എന്നതേ ഉള്ളൂ. അടുത്ത നമ്മുടെ ടോപ്പിക്ക് കപ്പിൾ. കപ്പിൾ എന്താണ്? ടു ഈക്വൽ ഫോഴ്സസ്
ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ഫോഴ്സ് ബട്ട് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, അതാണ് കപ്പിൾ. എ പെയർ ഓഫ് ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. അൺലൈക്ക് എന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ്. എ പെയർ ഓഫ് ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ forces equal in magnitude with lines of action parallel to each other and acting in opposite directions is known as a couple. ഇവിടെ ഫിഗറിൽ നമുക്കൊരു കപ്പിൾ കാണാം. പി എന്ന മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് ആണ് ഈ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നത്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആണ്. ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ എ. ഇനി കപ്പിൾ എങ്ങനത്തെ മോഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് കോസസ് റൊട്ടേഷൻ മോഷൻ. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്, ട്രാൻസ്ലേറ്ററി മോഷനും ഉണ്ട്, അതേപോലെ റൊട്ടേഷൻ മോഷനും ഉണ്ട്. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനാണ് ട്രാൻസ്ലേറ്ററി. പക്ഷേ കപ്പിളിൻ്റെ കേസിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഒരു റൊട്ടേഷൻ മോഷൻ ആയിരിക്കും ബോഡിയിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യുവാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തോണം. Couple is unable to produce any translatory motion, but it produces a motion of rotation in the body on which it acts. ഇനി ആം ഓഫ് എ കപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ആം ഓഫ് എ കപ്പിൾ ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ദ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡാണ് ഇവിടുത്തെ ആം ഓഫ് ദ കപ്പിൾ. രണ്ട് പാരലൽ അൺലൈക്ക് ഫോഴ്സസിൻ്റെ നടുക്ക് വരുന്ന ഒരു സ്പേസ് ആണ് ആം ഓഫ് ദ കപ്പിൾ. മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് പറഞ്ഞല്ലോ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കപ്പിളിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഫോഴ്സ് ഇൻറ്റു ആർം ഓഫ് ദ കപ്പിൾ. ദ മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഫോഴ്സ്, അതായത് വൺ ഓഫ് ദ ഫോഴ്സസ് ഓഫ് ദ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആൻഡ് ദ ആം ഓഫ് ദ കപ്പിൾ. ഇപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് കപ്പിൾ എത്ര ആയിരിക്കും? ഒരു മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, പി ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ കിട്ടും. A couple whose tendency is to rotate the body on which it acts in clockwise direction is known as clockwise couple. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ. ഇവിടെ ആദ്യത്തെ ഫോഴ്സ് മുകളിലോട്ടും രണ്ടാമത്തെ താഴെയായിരിക്കും. അപ്പോൾ ഇതിന് സെൻറ്ററിൽ ആം ഓഫ് എ കപ്പിളിൻ്റെ സെൻറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കപ്പിളിനെ നമ്മൾ ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ ബോഡി ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്നും വിളിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് തരാൻ നേരം ചിലപ്പോൾ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ ഇത്ര അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എൻഡിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറി ഒരു ക്ലോക്ക് വൈസ് കപ്പിളുണ്ട് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളുണ്ട് എന്നായിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ ഓർത്തോണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ദ ബോഡി ടെൻസ് ടു റൊട്ടേറ്റ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതാണ് ക്ലോക്ക് വൈസ് കപ്പിളും, ദ ബോഡി ടെൻസ് ടു റൊട്ടേറ്റ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെക്കാനിക്സിലെ ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഫോഴ്സ്, കപ്പിള്, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്, മൊമെൻറ്റ് ഓഫ് കപ്പിൾ, റിജിഡ് ബോഡി, ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്, ന്യൂട്ടൺസ് ലോസ് എന്നീ ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.